നമസ്തേ കുട്ടികളെ. ഇന്നിവിടെ പറയാൻ പോണ കാര്യം ഒരു ഗ്രഹനാഥൻ ഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥൻ എന്തൊക്കെ പാലിക്കണം. കുറച്ച് നിയമങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ആ വീട് എന്നും ഐശ്വര്യപൂർണ്ണം അതുമാതിരി സന്തോഷപ്രദമാവും. അതില് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇത് ആണുങ്ങൾ ഗ്രഹനാഥന്മാർ കാണുന്നില്ലെങ്കിലും വീട്ടമ്മമാർ കണ്ട് അവരോട് പറഞ്ഞു കൊടുക്കാട്ടോ. അപ്പോൾ ഗ്രഹനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീടിന്റെ നെടുന്തൂണാണ്. ആ ഒരു വീടിന്റെ നെടുന്തൂണ് ഗ്രഹനാഥനും അതുമാതിരി തന്നെ വീട്ടിലെ നിലവിളക്ക് വീട്ടമ്മയാണ്. അപ്പോൾ നെടുന്തൂണ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വീട് നിലനിൽക്കുള്ളൂ. അതുമാതിരി ആ വീട് നിന്ന് പോകുമ്പോൾ അതിലേക്ക് പ്രകാശം പരത്തുന്നത് വീട്ടമ്മയാണ്. അപ്പോൾ ആദ്യം വീടാണ് നമുക്ക് നിലനിൽക്കേണ്ടത്. അതിന് ഗ്രഹനാഥന് ചില കാര്യങ്ങളൊക്കെ പാലിക്കാണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ആ ഒരു ഗ്രഹനാഥന് ആ ഒരു ഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ വീട്ടിലെ എല്ലാവിധ ചുമതലകളും അറിഞ്ഞിരിക്കണം. വീട്ടിൽ എന്തൊക്കെ ചുമതലകളുണ്ടോ അതൊക്കെ ഏറ്റെടുക്കും വേണം. വീട്ടമ്മമാരോടൊപ്പം തന്നെ അവരും പങ്കുചേർന്ന് എല്ലാ കടമകളും ഏറ്റെടുത്ത് എല്ലാം ചെയ്യേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വേണ്ടത് വിചാരിച്ചാൽ നമ്മള് വീട്ടമ്മമാരായാലും വീട്ടിലുള്ള എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളെയും ബഹുമാനിക്കാൻ പഠിക്കുക. നമ്മൾ താഴെയാണ് അല്ലെങ്കിൽ എൻ്റെ കീഴിലാണ് നിങ്ങളെന്നുള്ള ഒരു ചിന്തയില്ലാതെ നമ്മൾ അവരുടെ ഭാര്യമാരായാലും അമ്മയായാലും അച്ഛനായാലും കുട്ടികളായാലും വീട്ടിലുള്ളവരെ എല്ലാവരും ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കുക. പഠിക്കുക എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും അത് ബഹുമാനം ഉണ്ടായിരിക്കും. ചിലർ വിചാരിക്കും നീ എൻ്റെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ നീ എൻ്റെ നിങ്ങൾ എൻ്റെ അമ്മയല്ലേ, അപ്പോൾ ഞാൻ എല്ലാം സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, അപ്പോൾ ഞാൻ ആ പറയുന്നതെല്ലാം കേൾക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ചില ഗ്രഹനാഥന്മാരുണ്ട്. അവരോടാണ് കേട്ടോ പറയണത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുള്ളവരെ ബഹുമാനിക്കാൻ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ തന്നെ ആ വീട് ഒരു നല്ല സന്തോഷപ്രദമാകും. മൂന്നാമതായിട്ട് ഗ്രഹനാഥൻ പാലിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾ, ഗ്രഹനാഥനല്ലാത്ത മറ്റുള്ള അംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ ഓരോ കാര്യങ്ങളും മറ്റുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെ അംഗീകരിക്കും ബഹുമാനിക്കുകയും ചെയ്യുക. അത് അവർ പല കാര്യങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ളവർ പറയും. അമ്മയായാലും ഭാര്യ ഏതൊക്കെ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായത്തിന് ഒരു ബഹുമാനം കൊടുത്ത് അതിനെ അംഗീകരിക്കുക. അത് മോശമായ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അത് മോശമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ശീലിക്കണം വീട്ടിലെ ഗ്രഹനാഥൻ. നാലാമതായിട്ട് പറയേണ്ടത് നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തികം. എത്ര വരുമാനം വരുന്നുണ്ട്, ആ വരുമാനത്തിന് ഒരു സുതാര്യത കണ്ടുപിടിക്കുക. സുതാര്യത വേണം. എന്തായാലും നമുക്ക് എത്ര വരുമാനം വരുന്നുണ്ടോ ആ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിത രീതി കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. എപ്പോഴും ഗ്രഹനാഥന് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ജോലിക്ക് പോകുന്നതിനും ഗ്രഹനാഥനും വീട്ടമ്മയും ജോലിക്ക് പോവുകയാണെങ്കിൽ കൂടെ പ്രത്യേകിച്ച് ആ ഗ്രഹനാഥന് ആ ഒരു നമ്മുടെ സാമ്പത്തികത്തെ കുറിച്ച് ഒരു സുതാര്യത വേണം. എപ്പോഴും അനാവശ്യ ചെലവുകൾ ചെയ്യുക, അതേമാതിരി തന്നെ വേറെ പൈസ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കോ ചെലവാക്കുന്നവരുണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് ചെലവാക്കി സാമ്പത്തിക സ്ഥിതി നമ്മളെ വീട്ടിൽ കൂട്ടാൻ ശ്രമിക്കണം. അപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും ഐക്യത്തോടു കൂടി ഈ വീട്ടിലെ സാമ്പത്തികം ശരി ചെയ്യാം. ഇല്ലെങ്കിൽ ഒരു ഗ്രഹനാഥൻ മാത്രമാണോ അവിടെ ജോലിക്ക് പോകുന്നത് വിചാരിച്ചാൽ അവർക്ക് എപ്പോഴും ഈ പൈസയ്ക്ക് ഒരു നിയന്ത്രണം വെച്ച് വീട്ടിൽ ഒരു സമ്പത്ത് സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ തയ്യാറാക്കണം അവർ. രണ്ടുപേരും കൂടി ചെയ്യണത് നല്ലതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഗ്രഹനാഥൻ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു നിയമം കൂടി പാലിച്ചു കഴിഞ്ഞാൽ വീട് എപ്പോൾ സന്തോഷമായിരിക്കും. അതുമാതിരി സമാധാനത്തോടു കൂടി ഇരിക്കാം. ഇനി അഞ്ചാമത്തെ എന്താ പറയേണ്ടത് വിചാരിച്ചാൽ നമ്മുടെ ഗ്രഹനാഥൻ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. വീട്ടിൽ മറ്റുള്ള അംഗങ്ങളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വിഷമിപ്പിക്കാതിരിക്കുക. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. വീട്ടമ്മയായാലും അവരുടെ വീട്ടിലുള്ള അമ്മയോ അച്ഛനോ ബാക്കി ഏതൊരു അംഗത്തെയും വീട്ടിലെ മറ്റുള്ള അംഗങ്ങളെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു തരത്തിലും വിഷമിപ്പിക്കാതിരിക്കുക. ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യത്വം ഇല്ലാത്ത മാതിരി കുട്ടികളെ അല്ലെങ്കിൽ ഭാര്യയൊക്കെ അടിക്കുന്നത്. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് എല്ലാ രീതിയിലും കൊണ്ടുപോയാൽ മാത്രമേ തന്നെ നമ്മുടെ കുടുംബം
നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുമ്പോൾ ഇമ്പം വരുന്നതാണ് കുടുംബം. ആ കുടുംബം ഇൻപത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പോണെങ്കിൽ ഈ 5 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ ആദ്യം നമ്മള് സ്ത്രീകളെ ബഹുമാനിക്കുക. വീട്ടിലുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരെ ബഹുമാനിക്കുക, ആദരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക. അവരെ ഉപദ്രവിക്കാതിരിക്കുക. അതുമാതിരി തന്നെ ഓരോ സാമ്പത്തിക നമ്മുടെ ചെലവുകളും അറിഞ്ഞുകൊണ്ട് ചെയ്യുക. നമ്മളെ വരുമാനത്തിനനുസരിച്ച് കൊണ്ട് ഒരു വീട്ടിലെ ഗൃഹനാഥൻ ആ പൈസ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ആ കുടുംബത്തിൽ ഒരു ഉന്നതി ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ വീട്ടിലെ ഗൃഹനാഥനും വീട്ടമ്മയും ഒരുമിച്ച് പോയാൽ മാത്രമേ ഒരു കുടുംബത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നു, വീടിൻ്റെ നെടും തൂണാണ് ഗൃഹനാഥൻ. അതുമാതിരി തന്നെ വീടിൻ്റെ നിലവിളക്ക് വീട്ടമ്മയും. അപ്പോൾ വീട് നിലനിന്നാൽ മാത്രമേ ആ വീട്ടിലെ പ്രകാശം വീട്ടമ്മയ്ക്ക് പരത്താൻ പറ്റുള്ളൂ. അപ്പോൾ 2 പേരും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും കിട്ടുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.